ഹായ്, അപ്പോൾ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫെബ്രുവരി 7th അല്ലേ? ഫെബ്രുവരി 7th ആണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഞങ്ങളുടെ ഫ്രിഡ്ജും ഐറ്റംസൊക്കെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. നട്ലാലിൻ്റെ കൂടെ നട്ലാലിൻ്റെ കൂടെ അപ്പോൾ ഞങ്ങൾ ഫ്രിഡ്ജ് എടുക്കണം, പിന്നെ ഒരു ബെഡ് മാട്രസും പിക്ക് ചെയ്യണം. പിന്നെന്താ പിക്ക് ചെയ്യാനുള്ളത്? പിന്നെ നമ്മുടെ ടേബിളിൻ്റെ ചെയർ, അത്രയും സാധനങ്ങളാണ് പിക്ക് ചെയ്യാൻ ഞങ്ങൾ വന്നിട്ടുള്ള. ഹാമിൽട്ടണിലേക്കാണ് പോകുന്നത്. ഓൾമോസ്റ്റ് ഹാമിൽട്ടണിലാണ്. അപ്പോ എന്നിട്ട് പറയാനുള്ളത് അപ്പോ ഞങ്ങൾ ചെയ്തെന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ബോക്സിംഗിലേക്ക് കാരണം നമ്മളിവിടെ ബോക്സിംഗിലേക്കാണ് നമ്മൾക്ക് ഈ എന്താ പറയുക ഇലക്ട്രോണിക് സാധനങ്ങൾക്ക്, അതുപോലെ തന്നെ ഫർണിച്ചർ, അങ്ങനെ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര ഡിസ്കൗണ്ട് റേറ്റ് ആയിരിക്കും. ആ ടൈമിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്യുന്ന ആ റേറ്റിന് തന്നെ നമ്മൾ പിന്നെ എടുക്കുമ്പോൾ ആ റേറ്റിന് കിട്ടും. അപ്പം നമ്മൾ ബോക്സിംഗിലേക്ക് ബുക്ക് ചെയ്ത സാധനങ്ങൾ ഇന്ന് നമ്മൾ പോയിട്ട് പിക്ക് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ പുതിയ വീട് വാങ്ങുമ്പോൾ നമ്മൾ ബോക്സിൻ്റെയൊക്കെ കണ്ടിട്ട് നമ്മൾ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇവൻ നെക്സ്റ്റ് ഇയർ ആയാലും ഓക്കെ ആയിരിക്കും വരാം. ഇപ്പോൾ ഇവൻ നമ്മളൊരു 5-6 മാസം കഴിഞ്ഞിട്ടായാലും പിക്ക് ചെയ്യുന്ന സെയിം റേറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ ബോക്സിംഗ് ഡേയുടെ പ്രത്യേകത. അപ്പോൾ നമ്മളത് പോയിട്ട് പിക്ക് ചെയ്യാം. പിന്നെ ഈ കോലം ഞാനിവിടെ കണ്ടിട്ടുള്ള ഒരു ഡിഫറൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുന്നേ ഞാൻ സിംഗപ്പൂരൊക്കെ ആയിരുന്നപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ ഓഫർ കൊടുക്കുന്നത് ചൈനീസ് ന്യൂ ഇയർ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ന്യൂ ഇയർ, നമ്മുടെ സാധാരണ ന്യൂ ഇയർ ഉണ്ട്. പക്ഷെ ഇവിടെ ബോക്സിംഗ് ഡേക്കൊക്കെയാണ് അവർ ന്യൂ ഇയറിനൊന്നും വലിയ ഡിസ്കൗണ്ട് ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ ബോക്സിംഗ് ഡേക്ക് ഭയങ്കര ഓഫറാണ്. നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിലാകുമ്പോൾ ന്യൂ ഇയറിനേക്കാളും ഓണത്തിന് ഓഫർ കിട്ടും. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ബിഗ് സെയിൽ ഓണം, ദീപാവലി അല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നു അത് ആ ടൈമിൽ നമ്മൾ ബുക്ക് ചെയ്തിടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ബുക്ക് ചെയ്തിടാൻ പറ്റുമോ? അതുപോലെ തന്നെ ആ സിസ്റ്റം തന്നെ ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുത്താൽ മതി. നമുക്ക് കുറേ അധികം പൈസ സേവ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞങ്ങൾ വാങ്ങുന്ന ഫ്രിഡ്ജിന് ഇപ്പോൾ എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ അതെനിക്ക് തോന്നുന്നു $4,000 എന്തോ ആണ്. അത് ഡിസ്കൗണ്ടിൽ നമുക്കൊരു 2,400 റേറ്റിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ബോക്സിംഗ് ഡേയുടെ പ്രത്യേകത. അപ്പോൾ നമ്മളത് പോയിട്ട് ഇന്ന് പിക്ക് ചെയ്യണം. കാരണം ഇന്ന് പിക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജും നമ്മുടെ കിച്ചൺ, നാളെ നമ്മൾ ഫെബ്രുവരി 8th നമ്മൾ പാല് കാച്ചൽ ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കിച്ചണ് എന്താ പറയുക, ബാക്കി റൂമും കാര്യങ്ങളൊന്നും സെറ്റ് ആവുകയും കൂടിയും കുറച്ച് നമ്മുടെ എന്താ പറയുക എൻട്രി ഏരിയ ഒന്ന് ഭംഗിയാക്കി വയ്ക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. നല്ല ടയേർഡാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്നലെ ഇന്നലും മിഞ്ഞാന്നൊക്കെ ആയിട്ട് ഷിഫ്റ്റിംഗ് ആയിരുന്നു. അതിൻ്റെ ഇടയിൽ ഡ്യൂട്ടി ഉണ്ട്. എല്ലാം കഴിഞ്ഞ് എല്ലാം ഒരു റഷിലാണ്. പഴയ വീട് ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ഇതിൽ ഞാൻ പറഞ്ഞിരുന്നു. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് സൂപ്പർ ടയേർഡാണ്. കാരണം 5th തൊട്ട് ഞങ്ങൾ ബിസിയാണ്. ഇന്നിപ്പോൾ 7th, നാളെ 8th ഹൗസ് വാമിങ് സെറിമണി ഞങ്ങൾക്ക് വേറൊരു ദിവസമാണ്. ഇപ്പം നാളെ പാല് കാച്ചില്. അപ്പം അതുകൊണ്ട് സൂപ്പർ ബിസിയാണ്. കുറച്ച് ദിവസമായിട്ട് സൂപ്പർ ബിസിയാണ്, സൂപ്പർ ടയേർഡാണ്. ഇപ്പോൾ തലവേദനയൊക്കെ എടുക്കുന്നുണ്ട്, എന്തുകൊണ്ടെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മൾ ഈ പിക്ക് ചെയ്യണ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ബാക്കി ഇനിയിപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് പറപ്പിക്കുന്നില്ല. അപ്പോൾ പിക്ക് ചെയ്തിട്ട് വീട്ടിൽ പോകണം. അപ്പം അത്രയേ ഉള്ളൂ. നമ്മൾ അപ്പോൾ പിക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഉള്ളത് ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വലിയ വണ്ടിയൊന്നും ഇല്ല. അപ്പോൾ നമ്മളുടെ ഫ്രണ്ട് വലിയ വണ്ടി നമ്മുടെ ക്ലീനിങ് വാൻ ഉണ്ട്. പക്ഷെ അതില് നമ്മളുടെ ഈ പറഞ്ഞ പോലെ ഫ്രിഡ്ജും ഐറ്റംസ് ഒന്നും കേറില്ല. കാരണം ഇത്തിരി വലുതാണ്, ഡബിൾ ഡോർ ഫ്രിഡ്ജാണ്. അപ്പോ നമ്മളുടെ ഫ്രണ്ട് നിബുന്റെ കയ്യില് ഒരു വാൻ ഉണ്ട്. അപ്പൊ അവന്റെ കയ്യിൽ നിന്ന് ഈ വണ്ടി അവിടെ ഇടുന്നുണ്ടോ? ഈ വണ്ടി കൊണ്ടുവരാം. അപ്പൊ നിബുന്റെ വീട്ടിൽ പോയിട്ട് നമ്മള് നിബുന്റെ വണ്ടി എടുത്ത് 2 ദിവസം റിട്ടേൺ കൊടുത്താൽ മതി നിബുന്. അപ്പോ അവന്റെ വണ്ടി എടുത്തിട്ട് പോയിട്ട് വേണം നമ്മള് സാധനങ്ങളൊക്കെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലെറ്റ്സ് ഗോ ടു നിബൂസ് ഹൗസ് ഫസ്റ്റ്. അപ്പോൾ അതിന് മുന്നേ കണ്ടതാണ് വേന. അപ്പോൾ ഞാൻ പോയില്ല പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ നമ്മുടെ സോൾട്ട് മാംഗോ ഫ്രൈയിൽ വന്നിട്ട് ഒരു മന്തി പറഞ്ഞിട്ടുണ്ട്. കാരണം വീട്ടിൽ കുക്ക് ചെയ്യാനില്ലാത്തതുകൊണ്ട്
മന്തി വാങ്ങാന്ന് വെച്ചു. ഉണ്ണിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേ അല്ല, പിറന്നാൾ. അപ്പോൾ അവന് മന്തി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മന്തി വാങ്ങാൻ വന്നതാണ്. അപ്പം മന്തി കളക്ട് ചെയ്തിട്ട്, അപ്പോൾ മന്തി ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. മന്തി പിക്ക് ചെയ്യേ വേണ്ടു. ഞാൻ കാണിച്ചേ. നമ്മുടെ മന്തി പിക്ക് ചെയ്തു. ഇനി വീട്ടിൽ പോയിട്ട് കഴിക്കാം. അപ്പോൾ ഞാൻ കാണിച്ചുതരാം മന്തിയുടെ സെറ്റപ്പ് കാണിച്ചുതരാം. അവിടെ വീട്ടിൽ ചെന്ന് ബോയ് ഹാപ്പി. Subscribe to Ina's World. ബൂംബാങ്ങിന്റെ പോലെ പറയാം. സോൾട്ട് മാംഗോ ട്രൈ മന്തി. ഒന്നും പറയണ്ട. എനിക്ക് ഒന്നും പറയല്ലേ. പറയണ്ട. സംതിങ് ഇത് ഫ്ലാറ്റായി. അങ്ങനത് കൊണ്ട് ഇത് ഹെയർ അടിച്ചിട്ട് നമുക്ക് അൺബോക്സ് ചെയ്യാം. ചെയർ അൺബോക്സ് ചെയ്യാം. അവർ കസേര പൊന്തിച്ചമ്മ ആ മറച്ചു വെക്കമ്മ. എന്റെ മിണ്ടാണ്ടൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അവർ കസേര വൺ ഈസ് ലാൻഡ്. രണ്ട് ചെയർ നമ്മൾ അൺബോക്സ് ചെയ്തു. ഇനി നമ്മളുടെ ടേബിൾ 12-ാം തീയതി എടുത്തുള്ളൂ. അപ്പൊ നമ്മൾ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു. അപ്പോൾ എയർ അടിച്ച് വന്നിരിക്കുന്നു. ഫ്രിഡ്ജ് കുറച്ച് കയറ്റാം. ആ കുഴിക്ക് പോലെ നോക്കട്ടോ. ഈ സൈഡ് ഞാൻ ഓക്കെയാണ്, പ്രശ്നമില്ല. അളിയ ആ മിനി കൂപ്പറിന്റെ സൈഡിൽ പിടിച്ചോട്ടോ.
ടയറാ കെട്ടിയേക്കണ കയറുണ്ട അത് ചവിട്ടി പിടിക്കരി ഓടിയോ ഓടിയോ ചവിട്ടി പിടിക്ക് ആ അതന്നെ കൈ വെച്ചോ ഞാൻ വീട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ പറമ്മ അമ്മ പറമ്മ അല്ല എന്താ എന്താ പ്രശ്നം ഇവിടെ ഇവിടെ ഉള്ള പ്രശ്നം ഇവിടെ മറ്റേത് ശരിക്കും പൊക്കാലം 4 പേര് പിടിച്ചോ കഴിക്കുണ്ടാവില്ലേ എന്തായാലും ശരിച്ചു കൊണ്ടുവന്നേ ശരിച്ചു കേട്ടാ ഞാൻ പിടിച്ചോളൂടെ ഇങ്ങനെ ശരിച്ച് മറ്റേ ഇത് പിടിച്ചോളൂടെ അല്ലാണ്ട് നമുക്ക് ഒരു മിനിറ്റ് ബ്രോ ഒരു മിനിറ്റ് ബ്രോ വിളിച്ചിട്ടില്ലേ ഒരു മിനിറ്റ് നാല് പേരോട് 3 പേരോട് പിടിക്കാൻ പറ്റില്ല പറ്റില്ല നല്ല ഞാൻ ആദ്യം ഇങ്ങോട്ട് പൊക്കാട്ടാ ഇത് ഞങ്ങൾ പിടിക്കാം 4 സ്ഥലത്ത് പിടിക്കുന്നത് നടക്കോ എനിക്ക് ആ പറ്റുമോ നോക്കിട്ടാ ഓക്കെയാ ഓക്കെയാണോ ഇവിടെ ഭംഗിയുണ്ട് ഇവിടെ ഇവിടെ ഓക്കെ അല്ല അവിടെ ഓക്കെ ഓക്കെ അല്ല ഇനി നമുക്ക് കാർബൺ ഊരിയിട്ട് എനിക്ക് കുഴപ്പമില്ല ഇത് തള്ളി കൊണ്ടുപോകല്ലോ പണിയെടുക്കാൻ എന്നാ ഇടിച്ചിടല്ലോ ആ നീ നോട്ടാ നീ പൊട്ടിച്ചിട്ട് അങ്ങോട്ട്